ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ? അതും വറുത്തരച്ച കറിയുടെ അതേ ടേസ്റ്റിൽ തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി ആട്ടോ ഇത്. വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ചട്ടിയുടെ ഫുള്ളായിട്ട് ആകുന്ന പോലെ ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേപ്പില, കറിവേപ്പില, അതുപോലെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇഞ്ചി മൊരിയണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വേണം എന്നുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാട്ടോ അത്. ഇനി സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും ഉള്ളിയൊക്കെ. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ ഞാനിത് മൊരിയിച്ചെടുത്തിട്ടുള്ള ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി നമുക്ക് ഇതിൽ കൂടുതൽ എടുക്കണം. മല്ലിപ്പൊടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് അപ്പോഴേ നമുക്കിതിന് നമുക്ക് ആ ഒരു വറുത്തരച്ച കളർ കിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്ന മുളക് പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. സിമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം മാറുകയും വേണം. ഇതിനൊരു ബ്ലാക്ക് കളർ, അതായത് നമ്മൾ തേങ്ങ വറുക്കില്ലേ അതിൻ്റെ ഒരു കളർ കിട്ടുകയും വേണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൊടികൾ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണിത്. കുടംപുളിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. കുടംപുളി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പുളി മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആ പൊടികളുടെ കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആദ്യം പുളിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിളക്കണം. പുളിവെള്ളം ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് വറ്റി വന്നപ്പോഴത്തേക്കും നമുക്ക് തിളച്ച വെള്ളം, അതായത് എന്തോരം വെള്ളം നമുക്ക് കറിക്ക് ആവശ്യമുണ്ടോ അത്രയും വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, വറുത്തരച്ച കറിയുടെ അതേ കളർ വന്നിരിക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് ആ പൊടികൾ നന്നായിട്ട് മൂപ്പിക്കണമെന്ന് പറയണത്. കണ്ടോ, ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാവും നോക്കണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നോക്കണം. എന്നിട്ട് വന്ന് ഒരു 2 മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുക. ഏത് മീനായാലും മതി കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു പിലോപ്പി, അതുപോലെ തന്നെ കേര, ചൂര, അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിനു മുന്നേ പിലോപ്പി വറുത്തിട്ട് ഇതുപോലെ കറി വയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ ചെയ്യണതും നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ ചെയ്യണതും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് കുറുകണോ അത്രത്തോളം ചാറ് കുറുക്കിയെടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുറുകിയിരിക്കണത് തന്നെയാണ് നല്ലത്. ചാറ് കുറുകി വരുന്നവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യണതിന് ഒരു 2 മിനിറ്റ് മുന്നേ മുതൽ സിമ്മിലിട്ടേക്കുക. അതായത് ഒരു സിമ്മിലും 2 മിനിറ്റെങ്കിലും നമ്മളിത് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. മീൻകറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന അതാട്ടോ നല്ലത്. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. കണ്ടോ, നല്ല രസമാട്ടോ മീൻ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കളർ കണ്ടോ, ശരിക്കും തേങ്ങ വറുത്തരച്ചതല്ല എന്ന് ആരും പറയില്ല. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്